സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. വിജയിക്ക് പിഴച്ചത് എവിടെയാണ്? വിജയിക്ക് പിഴച്ചുവോ? തീർച്ചയായും വിജയിക്ക് പിഴച്ചു. പ്രധാനമായ കാരണം വിജയിൽ ആരായാലും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭരണകക്ഷികളെ പിണക്കി അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ആൾക്കൂട്ടവും വന്നപ്പോൾ സ്വാഭാവികമായും ഭരണ സംവിധാനങ്ങൾക്ക് വിജയിയോട് ദേഷ്യമുണ്ടായി. നമ്മൾ മനസ്സിലാക്കുന്നതല്ല ഭരണകൂടം എന്ന് പറയുന്നതിന് വൈകൃത രൂപങ്ങളുണ്ട്. അതിനൊരുപാട് ഒളിയമ്പുകൾ ചെയ്യാൻ പറ്റും. കാരണം ഭരണം കയ്യിലുണ്ട്. ഭരണമുണ്ടെങ്കിൽ മർദ്ദക ചൂഷക വിഭാഗത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഭരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണകൂടത്തിൻ്റെ കയ്യിൽ പോലീസുണ്ട്, നിയമമുണ്ട്, പട്ടാളമുണ്ട്, രഹസ്യ സംവിധാനങ്ങളുണ്ട്. എന്ത് കാര്യവും മണത്തറിയാനുള്ള വലിയ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഉള്ളതാണ് ഭരണകൂടം. അതുകൊണ്ട് ഭരണകൂടത്തെ നമ്മൾ എതിർത്ത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വർത്തമാനം പറയാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നീങ്ങാൻ. വിജയിക്ക് പറ്റിയ രണ്ടബദ്ധം: ഒന്ന്, DMKയെയും സ്റ്റാലിനെയും വ്യക്തിപരമായി ആക്രമിക്കുന്ന പരാമർശങ്ങൾ ധാരാളമായി അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫംഗ്ഷനിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി പൊളിക്കണം എന്നുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ആവശ്യത്തിന് സുരക്ഷിതത്വം കൊടുക്കാതെ, പോലീസിനെ കൊടുക്കാതെ, അവിടെ അനുവാദം കൊടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരു DMKയുടെ ഒരു പൊളിറ്റിക്കൽ പരിപാടി സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ എന്ന് സംശയം വരും. അതുപോലെയാണ് BJP അറ്റാക്ക് ചെയ്തത്. തത്വശാസ്ത്രപരമായി BJP അറ്റാക്ക് ചെയ്തു, അതുപോലെ തന്നെ RSSനെ അറ്റാക്ക് ചെയ്തു, ഭരണപരമായി സ്റ്റാലിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെയും സ്റ്റാലിൻ്റെയും കണ്ണിലെ കരടായി വിജയ് മാറി. വളരെ പെട്ടെന്ന് അങ്ങനെ മാറിയപ്പോൾ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു, ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത. ഇപ്പോൾ സിനിമ ഫാൻസുകാരാണ് വന്നതെങ്കിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. 20,000 പേർക്ക് പോലും ഇരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് 25,000-ലധികം 30,000-ത്തോളം ആളുകൾ വന്നു. സ്വാഭാവികമായിട്ട് ക്യാരിങ് കപ്പാസിറ്റിയുടെ ഒരു പ്രശ്നമുള്ള ഒരു പ്രദേശത്തിന് അവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റാതെ വരുമ്പോൾ തിക്കിത്തിരക്കി ആളുകൾ മരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തായാലും വളരെ തന്ത്രപരമായിട്ടാണ് വിജയിയുടെ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പ്രാക്ടിക്കൽ നേതാവല്ല എന്ന് തെളിയുന്ന, പ്രസംഗം പോലല്ല പ്രവൃത്തി എന്ന് BJP നേതാവ് പറഞ്ഞു. ശരിയാണ്. കാരണം പ്രസംഗത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ പ്രശ്നമാണ്. കാരണം ഇതുവരെ വിജയ് അപകടസ്ഥലം സന്ദർശിച്ചില്ല. അപകടസ്ഥലം സന്ദർശിച്ചാൽ സംഘർഷമുണ്ടാവുമെന്നറിയില്ല, ജനങ്ങൾ വിജയെ കൈകാര്യം ചെയ്യുമെന്നറിയില്ല. വിജയ് എന്തായാലും തമിഴ്നാട്ടിലാണുള്ളത്, വീട്ടിലാണുള്ളത്, ചെന്നൈയിലാണുള്ളത്. അദ്ദേഹത്തിന് വീടിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്, അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ വളരെ വലിയ തോതിലാണ് പ്രാക്ടിക്കൽ അല്ലാത്ത തിയറിറ്റീഷ്യനായ ഒരു നേതാവായി വിജയ് നിൽക്കുന്നത്. അദ്ദേഹം പ്രാക്ടിക്കൽ മേനാവുമായിരിക്കാം, പക്ഷേ സ്വാഭാവികം. അതേസമയം അദ്ദേഹത്തിൻ്റെ വെട്രിക്കഴകത്തിൻ്റെ 3 നേതാക്കളെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. അത് ജനറൽ സെക്രട്ടറിയെയും വേറെ 3 പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വളരെ ഗൗരവതരമായിട്ടാണ് നീങ്ങുന്നത്. സ്റ്റാലിൻ വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും 40 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായ പരിക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ദുരന്തം തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ട് 2 ദിവസമാകുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം വിജയിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും. ചിലപ്പോൾ അത് ഇരുളടയുമോ അതോ ശോഭനമാകുമോ എന്നുള്ളത് തുടർന്നുള്ള വിജയിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു.